യോഗങ്ങൾ നടന്നു. ഗ്രാമസഭാ യോഗങ്ങളിൽ നിന്നും നമുക്ക് കുറേ നിർദ്ദേശങ്ങളും കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം കൂടി ക്രോഡീകരിച്ചാണ് നമ്മളിപ്പോൾ ഈ വർക്കിംഗ് ഗ്രൂപ്പ് കൂടിയിരിക്കുന്നത്. നമ്മൾ ഈ വർക്കിംഗ് ഗ്രൂപ്പിലൂടെ ഇനി എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അതുകൂടി കൂട്ടിച്ചേർത്തുകൊണ്ടാണ് നമ്മൾ വികസന സെമിനാറിലേക്ക് പോകുന്നത്. വർക്കിംഗ് ഗ്രൂപ്പാണ് നടക്കുന്നത്. ഇതിനുശേഷം നമ്മൾ വികസന സെമിനാറും ചേർന്ന് നടക്കും. നമുക്കറിയാം, നമ്മുടെ ഈ വർക്കിംഗ് ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ആദ്യം തന്നെ ഈ വർഷത്തെ പദ്ധതി രൂപീകരണത്തിന് വേണ്ടി ആസൂത്രണ സമിതി കൂടുകയും ആസൂത്രണ സമിതിയിലെ മുഴുവൻ അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് നമ്മൾ ആദ്യ വർക്കിംഗ് ഗ്രൂപ്പ് കൂടുകയും അതിനുശേഷം നമ്മൾ ഗ്രാമസഭകളിലേക്ക് പോവുകയും ഗ്രാമസഭകളിൽ നിന്ന് എടുത്ത തീരുമാനങ്ങളും അതുപോലെ തന്നെ മുൻ വർക്കിംഗ് ഗ്രൂപ്പിലെ തീരുമാനങ്ങളും ക്രോഡീകരിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി കൂടുതൽ കാര്യങ്ങൾ ആലോചിക്കാനും അതുപോലെ നിർദ്ദേശങ്ങൾ ഉണ്ടാകാൻ വേണ്ടി രണ്ടാമതൊരു വർക്കിംഗ് ഗ്രൂപ്പ് കൂടുകയും ആ വർക്കിംഗ് ഗ്രൂപ്പിന്റെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ വികസന സെമിനാറിലേക്ക് കടക്കുകയും അതിനുശേഷം നമ്മൾ അടുത്ത പദ്ധതി ഗുണഭോക്താക്കളെ കണ്ടെത്തി ഉള്ള ഗ്രാമസഭ കൂടി നടത്തിക്കൊണ്ട് ഈ വർഷത്തെ പദ്ധതി പൂർത്തീകരിക്കുന്ന ഒരു പ്രവർത്തനത്തിലേക്ക് എത്തിച്ചേരുന്നതിന്റെ അന്തിമ ഘട്ടത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. പിന്നെ നമ്മൾ വർക്കിംഗ് ഗ്രൂപ്പ് കൂടി, ഇതിപ്പം രണ്ടാമത്തെ വർക്കിംഗ് ഗ്രൂപ്പാണ്. അതുകൊണ്ട് ഗ്രാമസഭകൾ നടത്തി അതിൽ നിന്നെല്ലാം എല്ലാവരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഒരു കരട് ഇവിടെ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൽ നിന്ന് മാറ്റം വരുത്താൻ എന്തെങ്കിലും നിങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ, പക്ഷേ EP കൊടുത്തിരിക്കുന്ന തുകയിൽ നിന്ന് കുറച്ചുകൊണ്ട് മാത്രമേ ആകെ നമുക്കുള്ള തുക ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ ഈ കരട് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമുക്ക് കൂട്ടിച്ചേർക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, സമയത്തിനെ അതിക്രമിച്ചു പോയിരിക്കുന്നു. നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ നമ്മൾ ഏതാണ്ട് നവംബറോട് കൂടി നമ്മുടെ എല്ലാ പ്രോജക്റ്റുകളും നടപ്പാക്കത്തക്ക രീതി വേണം, പദ്ധതികൾ എടുക്കാമെന്ന് ഗവൺമെന്റിന്റെ ഒരു ഉത്തരവും കൂടി ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ രീതിയിലുള്ള പദ്ധതികളാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ജനങ്ങളുടെ നന്മ അല്ലെ അവരുടെ പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ട് ശ്രീമതി മേഴ്സി ദേവസ്യ മുൻ ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷന്മാരായിരുന്ന കുട്ടിയമ്മ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമാരായിരുന്ന പ്രിയപ്പെട്ട മാത്യു ജോസ് കടത്തലക്കുന്ന്, മുട്ടം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റായിരുന്ന സുനീഷ്, ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷനായിരുന്ന പ്രിയപ്പെട്ട ഔസേഫിച്ചേട്ടന്, അതുപോലെ തന്നെ നമ്മൾ ആദ്യ വർക്കിംഗ് ഗ്രൂപ്പ് കൂടി ആ നിർദ്ദേശങ്ങളുമായി ഗ്രാമസഭയിൽ പോയി അവിടെ നിന്ന് കിട്ടിയ നിർദ്ദേശങ്ങളുമായിട്ടാണ് ഈ വർക്കിംഗ് ഗ്രൂപ്പിലേക്ക് രണ്ടാമത് വർക്കിംഗ് ഗ്രൂപ്പിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വരുന്ന ഒരു സാമ്പത്തിക വർഷം എന്ന് പറയുന്നത് ഈ പഞ്ചായത്ത് ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം അവസാന കാലഘട്ടമാണ്. ഏകദേശം ഈ വരുന്ന സാമ്പത്തിക വർഷം പൂർത്തീകരിക്കാൻ ഈ ഭരണസമിതി ഒരുപക്ഷെ കാലാവധി പൂർത്തീകരിക്കുന്നതിന് ഒരു ഒക്ടോബർ നവംബറോട് കൂടി കാലാവധി പൂർത്തീകരിക്കുമെന്നതിന് ഈ വാർഷികത്തിൽ പൂർത്തീകരിക്കാൻ ഈ ഭരണസമിതി ഉണ്ടാവില്ല. എങ്കിലും അതുകൊണ്ട് തന്നെയാണ് കാലക്കൂട്ടി തന്നെ ഇത്തരം പദ്ധതികൾ ആസൂത്രണം ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നമ്മുടെ നാട്ടിലെ എല്ലാത്തരം ആളുകൾക്കും ഗുണകരമാകുന്ന ഗുണഭോക്താക്കൾക്ക് ലഭ്യമാകേണ്ട എല്ലാ ആനുകൂല്യങ്ങളും പരമാവധി ജനോപകാരപ്രദമാകുന്ന പദ്ധതികളുമായിട്ടാണ് നമ്മൾ ഗ്രാമസഭകളിലൂടെയും അതുപോലെ തന്നെ വർക്കിംഗ് ഗ്രൂപ്പിലൂടെ നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്.
അതുപോലെ തന്നെ വർക്കിംഗ് ഗ്രൂപ്പ് 1ഉം 2ഉം വർക്കിംഗ് ഗ്രൂപ്പുകളും കൂടി അതിനുശേഷം അതിൻ്റെ ഇടയിൽ ഒരു ഗ്രാമസഭ കൂടി അടുത്ത ഗുണഭോക്താക്കളെ കണ്ടെടുക്കുന്നതിന് വേണ്ടി നമ്മൾ ഇന്ന് വികസന സെമിനാറും കൂടെ നടത്തിയതിന് ശേഷം അടുത്ത ഗ്രാമസഭയിലേക്ക് പോയി നമ്മുടെ ഈ 2025-26 വർഷത്തെ പദ്ധതി രൂപീകരണത്തിന് അനുബന്ധിച്ചുള്ള വികസന സെമിനാറാണ് ഇന്ന് നടക്കുന്നത്. നമ്മൾ ആസൂത്രണ സമിതി, അതുപോലെ തന്നെ ഗ്രാമസഭ, അങ്ങനെ വിവിധങ്ങളായ ഘട്ടങ്ങൾ കടന്നാണ് നമ്മൾ ഇതുവരെ എത്തിയത്. ഇനി അടുത്തൊരു ഗ്രാമസഭയോടുകൂടി നമ്മുടെ പദ്ധതികൾ നമ്മൾ ഏറ്റെടുത്തിപ്പോൾ നമുക്കൊരു കരട് തന്നിട്ടുണ്ട്. ആ കരടിന് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ മാറ്റം വരുത്തുന്നതിന് അവസരമുണ്ട്. അപ്പം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, എല്ലാവരും പോകാൻ തിരക്കിട്ടാണ്. വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കാര്യം ചെയ്യാം. ഇപ്പം ഈ കരട് പദ്ധതി രേഖ അതിൻ്റെ ഫണ്ടുകൾ, ഏതൊക്കെ ഫണ്ടുകൾ ഏതൊക്കെ മേഖലയിൽ വെക്കാം എന്നുള്ളതിനെ പറ്റി ഞാനൊരു ചെറിയ നിർദ്ദേശങ്ങൾ തരാം. എന്നുവെച്ചാൽ ഇവിടെ ഇപ്പോൾ കയറി വന്നപ്പോൾ തന്നെ പലരും ഒരു അഭിപ്രായം പറഞ്ഞു, ഇവിടെ ലിഫ്റ്റ് പിടിപ്പിക്കണം. അതുപോലെ ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു പ്ലാനാണ് ഈ ബിൽഡിംഗ് തമ്മിൽ യോജിപ്പിച്ച് താഴെ ഒരു ഹോൾ ഉണ്ടാക്കുക. ഒരു 10-70 വയസ്സായ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം കയറാൻ ഇങ്ങോട്ട് ബുദ്ധിമുട്ടുണ്ട്. ഇതെല്ലാം നമുക്കറിയാം. അപ്പോൾ ഇതിന് വെക്കാനുള്ള പൈസ ഇല്ല എന്ന് ഞാൻ അവരോട് സംസാരിച്ചു. അപ്പോൾ ഇതിനകത്ത് മേഖല തിരിച്ച് പറഞ്ഞിട്ടുള്ള ഫണ്ടുകളെ പറ്റി, അത് എന്തിനൊക്കെ ഉപയോഗിക്കാം എന്നുള്ളതിനെ പറ്റി മാത്രം ഞാനൊന്ന് ലഭിച്ചിരിക്കുന്നത് 1,81,700,000 രൂപയാണ്. ആ ഫണ്ട് എന്ന് പറയുന്നത് നമുക്ക് ജനറൽ വിഭാഗത്തിൽ മാത്രമാണ് എടുക്കാൻ പറ്റുന്നത്. അതിൽ നിന്ന് അതിൻ്റെ 20% നിർവഹിക്കുന്ന സമയത്ത് ഏറെ കൈത്താങ്ങായി നിന്നിട്ടുള്ളത് നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ അംഗങ്ങളാണ്. അവരുടെ സേവനങ്ങളും സഹകരണങ്ങളും മനസ്സിൽ കാണുകയാണ്. ഈ വർഷത്തെ 24-25 സാമ്പത്തിക വർഷത്തെ 1 മാസം കൂടെ കഴിഞ്ഞ പദ്ധതി തീരുകയാണ്. അപ്പോൾ ഞങ്ങളോടൊപ്പം സഹകരിച്ച നിങ്ങൾ ഓരോരുത്തരോടും ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുന്നു. നിലവിൽ ഈ കേരളോത്സവത്തിന് പോകുമ്പോഴേക്കും യുവാക്കളുടെയും കായികതാരങ്ങളൊക്കെ വളരെ കുറവുണ്ട്. അത് നമ്മൾ ഇങ്ങനെ ഈ ആവശ്യസ്ഥ അവരെ കിട്ടാൻ സാധ്യതയുള്ളൂ. ആവുന്നില്ല. ഈ പുറകിലെ ഒരു വോളിബോൾ കോർട്ട് അത് കഴിഞ്ഞ ദിവസം ചിലപ്പോൾ MLA ഫണ്ട് ഉണ്ടാവുമെന്ന് പറഞ്ഞു, പക്ഷെ പിന്നീട് വന്നില്ല.